പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, ഇന്ന് മലയാളികൾ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ പലരും പരസ്പരം പറയുന്ന ഒന്നാണ്, എന്തൊരു ചൂടാണ്, ജീവിക്കുവാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്, ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക? ഇതെല്ലാമാണ് ഇന്നത്തെ ചർച്ചകൾ. ചൂട് അതികഠിനമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങൾ. നമുക്കറിയാം, ഈ ചൂടിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചൂട് പിടിപ്പിക്കുന്ന മറ്റൊന്നാണ് തിരഞ്ഞെടുപ്പ് ചൂട്, അതുമല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ചൂട്. നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂട് മറ്റൊരു യുദ്ധകളമായിട്ട് മാറിയിരിക്കുകയാണ്. പല രാഷ്ട്രീയക്കാരുടെ പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പലതും നമുക്കറിയാം വെറും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പല വാഗ്ദാനങ്ങളും കാറ്റിൽ പറത്തുന്ന വാഗ്ദാനങ്ങളായിട്ട് പരിണമിക്കുമെന്ന് നമുക്കറിയാം. ഇത്തവണത്തെ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിലകൊള്ളുന്ന നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്, ഭരണാധികാരികളെയാണ് നമുക്കിന്ന് വേണ്ടത്. അതായത് രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന നേതാക്കന്മാരെ, രാജ്യത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന നേതാക്കന്മാരെ, എല്ലാ ഇന്ത്യക്കാർക്കും സ്നേഹത്തിലും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരെ, എല്ലാവർക്കും തുല്യമായ നീതി പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന നേതാക്കന്മാരെയാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അപ്രകാരമുള്ള നല്ല നേതാക്കന്മാരെ ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, നല്ല ഇടയന്മാരെയാണ് നമുക്ക് വേണ്ടത്. അതെ, ഇന്നത്തെ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ടത് നല്ല ഇടയന്മാരെയാണ്, നല്ല നേതാക്കന്മാരെയാണ്. നല്ല ഇടയനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് ഈശോ ഇടയൻ്റെ പ്രതീകം ഉപയോഗിക്കുവാനായിട്ടുള്ള കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആടും ഇടയ ജീവിതമെല്ലാം അവർക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നായിരുന്നു യഹൂദ ജനതയ്ക്ക്. കാരണം ഇസ്രായേൽ ജനത ആദ്യ കാലഘട്ടത്തിൽ നാടോടികളായിരുന്നു. പിന്നീടാണ് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നത്. അതുവരെ അവരുടെ ജീവിത രീതിയും അവരുടെ വരുമാന മാർഗമൊക്കെ ആടുകളെ മേയ്ക്കുക എന്നതായിരുന്നു. അതിനാൽ തന്നെയാണ് ഈശോ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സുപരിചിതമായിട്ടുള്ള നല്ല ഇടയൻ്റെ പ്രതീകം ഉപയോഗിക്കുവാനായിട്ടുള്ള കാരണം. മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഇടയനെക്കുറിച്ചുള്ള പരാമർശം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ജനങ്ങളുടെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നവരെ ഇടയന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ജോഷുവയെ ജനങ്ങളുടെ തലവനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഇടയൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 16-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവമായിട്ടുള്ള കർത്താവിനെയാണ്. ജെറമി പ്രവാചകന്റെ പുസ്തകത്തിലും ഇടയനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് 10-ാമത്തെ അധ്യായത്തിൽ. വിപ്ലവകാലത്തിന് ശേഷം എഴുതപ്പെട്ട എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 1 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നേതാക്കന്മാരായ ഇടയന്മാരെ കൃത്യവിലോപത്തിൻ്റെ പേരിൽ മാറ്റുകയും ദൈവം തന്നെ ഇടയ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ ഈശോ തന്നെ ദൈവത്തെ ഇടയനായിട്ടാണ് അവതരിപ്പിക്കുന്നുണ്ട്. 100 ആടുകളുണ്ടായിരിക്കെ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതായ ആ ആടിനെ തേടിയിറങ്ങുകയും കണ്ടു കിട്ടുമ്പോൾ സന്തോഷത്തോടെ തോളിലേറ്റുകയും ചെയ്യുന്ന നല്ല ഇടയൻ്റെ ഉപമ ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 മുതൽ 7 വരെ വചനങ്ങളിൽ നമ്മളിത് കാണുവാനായിട്ട് സാധിക്കും. പാപിയെ തേടിയിരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനാണ് ഈശോ ഈ ഉപമ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഞാൻ നല്ല ഇടയനാണെന്ന വ്യക്തമായിട്ടുള്ള പ്രബോധനം ഈശോ നൽകുന്നത്. നല്ല ഇടയൻ്റെ ബിംബകൽപ്പന ഈശോ 2 തലത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. 1, ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. 2, സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. നല്ല ഇടയൻ്റെ 3
സ്വഭാവ സവിശേഷതകളിൽ ഒന്ന്, നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുവാൻ തക്ക വിധം എല്ലാവരെയും അറിയുന്നവനായിരിക്കണം ഇടയൻ. ദൈവം തന്നെ സ്വയം നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ നല്ല ഇടയനായ ദൈവത്തിൻ്റെ തൻ്റെ അജഗണത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അവിടുന്ന് ഓരോ വ്യക്തിയും അടുത്തറിയുന്നു, മനസ്സിലാക്കുന്നു. ബൈബിളിൽ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അറിയുകയും സ്നേഹിക്കുകയും ആ വ്യക്തിയുമായിട്ട് ഐക്യപ്പെടുകയും ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടയനും ആടുകളും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് വെറും മാനുഷികമായിട്ടുള്ളൊരു ബന്ധമല്ല, മറിച്ച് ദൈവികമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട്, ആടുകളെ പുറത്തേക്ക് നയിക്കുന്നവനാണ് നല്ല ഇടയൻ. തൻ്റെ ആടുകളെ പുറത്തുള്ള നല്ല മേച്ചിൽ സ്ഥലത്തിലേക്ക് നയിക്കുന്നവനാണ് നല്ല ഇടയൻ. ആടുകളുടെ നന്മയാണ് ഇടയൻ കാംക്ഷിക്കുന്നത്. നല്ല ഇടയൻ എപ്പോഴും ആടുകളുടെ കൂടെയായിരിക്കും. സങ്കീർത്തകൻ്റെ വാക്കുകളിൽ സങ്കീർത്തനം 23:2 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ ഇടയൻ ആടുകൾക്ക് പച്ചയായ പുൽത്തകടിയിൽ വിശ്രമം അരുളുവാനും പ്രശാന്തമായിട്ടുള്ള ജലാശയത്തിലേക്ക് അവയെ നയിക്കുന്നവനുമാണ്. ആടുകൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുവാനാണ് നല്ല ഇടയൻ വന്നത്. നല്ല ഇടയൻ്റെ പരിപാലന ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അജപാലകരും അജഗണങ്ങളെ പരിപോഷിപ്പിക്കുന്നവരാകണം. സംഗീത പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 16-ാം വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷിയെ പറ്റി പറയുന്നത് പോലെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകരുത്. എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കുവാനാണ് ദൈവം അജപാലകരെ നിയമിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. നല്ല ഇടയനായിട്ടുള്ള ഈശോ ജീവൻ അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആടുകളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് നമുക്ക് കാൽവരി കുരിശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്ത ഈശോ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ആടുകളെ സ്വന്തമായി കരുതുകൊണ്ട് മാത്രമാണ് ജീവൻ അർപ്പിക്കുവാനായിട്ട് ഈശോ സന്നദ്ധനായത്. നല്ല ഇടയനായ ഈശോയുടെ സ്നേഹം അജഗണങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ പോരുന്ന അജപാലന സ്നേഹമാണ് അജപാലകർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അജഗണങ്ങളുടെ സുഖദുഃഖങ്ങളിൽ അവരോടൊത്തായിരിക്കുവാനും അവരെ വേണ്ട വിധത്തിൽ നേരിടുവാൻ അവരെ സഹായിക്കുവാനായിട്ട് അജപാലകർക്ക് സാധിക്കണം, നല്ല ഇടയനായ ഈശോയെപ്പോലെ. നല്ല ഇടയൻ്റെ 3 സവിശേഷതകൾ പോലെ തന്നെ നല്ല ആടുകളുടെ 3 സവിശേഷതകൾ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഇന്ധലമാണ് നല്ല ആടുകളുടെ 3 സവിശേഷതകൾ. അതിലൊന്ന്, നല്ല ആട് ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നവനാണ്. നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം കേൾക്കുന്നു. ദൈവസ്വരം കേൾക്കുക എന്നത് ശിശുത്തിൻ്റെ ഒരു അടിസ്ഥാന സവിശേഷതയായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 1:37 നമ്മൾ കാണുകയാണ്. ആദ്യ ശിഷ്യർ ഈശോ അനുഗമിച്ചത് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വരം ശ്രവിച്ചാണ്. ദൈവസ്വരം ശ്രവിച്ചാലേ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രവണാത്മകമായ പ്രാർത്ഥന ജീവിതത്തിലൂടെ നല്ല ഇടയനായ ഈശോയുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ ഇടയനെ അനുഗമിക്കുന്ന നല്ല ആടുകളായിട്ട് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട്, നല്ല ആടുകൾ ഇടയനെ അനുഗമിക്കുന്നവരാണ്. ഈശോ അനുഗമിക്കുക എന്നത് ശിശുത്വത്തിൻ്റെ മുഖമുദ്രയാണ്. ഈശോ അനുഗമിക്കുന്നതിന് അർത്ഥം ഈശോയെ എല്ലാറ്റിലും എല്ലാവരിലും ഉപരിയായിട്ട് സ്നേഹിക്കുകയും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാൻ ജീവൻ പോലും സമർപ്പിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈശോയുമായിട്ട് നല്ല സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർക്ക് അവിടുത്തെ നല്ല ആടുകളായിട്ട് വർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട്, ഇടയനെ അറിയുന്നവനാണ് നല്ല ആടുകൾ. ഇടയൻ ആടുകളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് പോലെ ആടുകൾ ഇടയനുമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധം സ്ഥാപിക്കണം. നല്ല ഇടയനായ ഈശോയുമായുള്ള നല്ല ആടുകൾക്ക് സഹജമായിട്ടുള്ള ഈ ബന്ധമാണ് സഭ നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്നവരും സഭ അംഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കേണ്ടത്. അതായത് പരസ്പരമുള്ള അറിവും സ്നേഹവും ഐക്യവും ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ ശക്തമാക്കുന്നു. നല്ല ഇടയൻ്റെ
നല്ല ആടിൻ്റെയും സവിശേഷത മനസ്സിലാക്കിയ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, ഈ തവണത്തെ ഇലക്ഷനിൽ നല്ല ഇടയന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട്, നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട്, അതായത് ജനക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന നല്ലവരായിട്ടുള്ള നേതാക്കന്മാരെ, ചെമ്മരിയാടിന് തോലണയുന്ന കുറുക്കന്മാരെയല്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ ബലി കൊടുക്കുന്ന നേതാക്കന്മാരെയല്ല, മറ്റുള്ളവർ മുൻപിൽ നല്ല ഇടയന്മാരെന്ന് നടിക്കുന്ന കപട നാട്യക്കാരായിട്ടുള്ള ഇടയന്മാരെയല്ല. നമ്മൾ ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ലോകത്തിൽ തന്നെ വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്ന നല്ല ഇടയന്മാരെയാണ്, നല്ല നേതാക്കന്മാരെയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നല്ല ഇടയന്മാരായിട്ട് വർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജീവിതത്തിൽ നമ്മുടെ സംരക്ഷണയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ചിലരുണ്ട്. നമ്മിൽ നിന്നും ഇടയൻ്റെ കരുതൽ ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്നവർ. അവർക്ക് യേശുവിനെ പോലുള്ള ഒരു ഇടയനായിട്ട് ആകുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഇതൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്, മറ്റുള്ളവർക്ക് നല്ല ഇടയനായിട്ട് മാറുവാനായിട്ട്. മൂന്നാമതായിട്ട്, നല്ലൊരു അജഗണമായിട്ട് മാറുവാൻ വചനം നമ്മെ ഇന്നേ ദിവസം ക്ഷണിക്കുകയാണ്. യേശുവാകുന്ന ഇടയൻ്റെ കുഞ്ഞാടാണോ ഞാൻ? യേശുവാകുന്ന ഇടയൻ്റെ ആടുകളിൽ ഒരു അംഗമാണോ ഞാൻ? ഞാൻ സഭയുടെ ഭാഗമാണോ? ഞാൻ തീർച്ചയായിട്ടും കർത്താവിന് അജഗണത്തിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സഭയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് നിൽക്കും, സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും. ആയതിനാൽ നല്ല ഇടയന്മാരെ തിരഞ്ഞെടുക്കുവാനും നല്ല ഇടയന്മാരായിട്ട് മാറുവാനും സഭയുടെ നല്ല അജഗണമായിട്ട് വർത്തിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.